ഹലോ. ഒരു തമിഴ് സിനിമ അത് സ്വപ്നം കണ്ട് 4-5 വർഷം കൊണ്ട് അതിൻ്റെ തിരക്കഥയും ഷൂട്ടിംഗ് സ്ക്രിപ്റ്റും എല്ലാം എഴുതി പ്രൊഡ്യൂസറെ തേടി അലയാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി. ഇപ്പോൾ ഇത് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം ലൊക്കേഷൻ വേണ്ട എല്ലാം ചെയ്ത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒന്ന് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. വൈഗതൻ നദിക്കരയിലെ എന്നുള്ള എൻ്റെ സ്വപ്നതുല്യമായ പ്രോജക്റ്റ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ പരിശ്രമം. അപ്പോൾ കുഴിത്തറ എന്ന സ്ഥലത്ത് ഞാനൊരു ലൊക്കേഷൻ കണ്ടിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ്, ഒരു യാത്രയുടെ വീഡിയോസ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ ഈ ആറിൻ്റെ സൈഡിൽ ഒരു ചെറിയ വീട് ഇപ്പോൾ കെട്ടുന്നുണ്ട് പ്ലാൻ അനുസരിച്ചിട്ട്. അത് ഇഷ്ടിക ഉണ്ടാക്കി ചെയ്യുന്ന ഇതാണ്, ചെളിക്കട്ട. സാമ്പത്തികമൊക്കെ വളരെ കുറവായതുകൊണ്ട് ആ തരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയ 1-2 മുറിയും ഇതായിട്ട് ആ തോടിന് അടുത്തായിട്ട് പണിയാൻ തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ അതിന് ചില കാര്യങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള ചില ഐഡിയകളൊക്കെ പറഞ്ഞു. 10,000-2,000 രൂപയൊക്കെ വേണമെങ്കിൽ സഹായിക്കാം, അതിൽ കൂടുതലൊന്നും പറ്റില്ലല്ലോ. അപ്പോഴും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറിന് എങ്ങനെയാണ് ഐഡിയ അതനുസരിച്ച് നമുക്ക് നോക്കാം. 1-2 മുറിയും അടുക്കളയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വീട്. ഈ മഴക്കാലത്ത് പുഴ നിറഞ്ഞ് ഒഴുകുമ്പോൾ ഈ വീടിൻ്റെ ലെവലിലെത്തും. അപ്പോൾ അവർ പണി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആ സ്ഥലത്തേക്ക് ഒരു യാത്ര പോയി. വെറുതെ പോയതല്ല, ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറ്റില്ലല്ലോ. ഒരു ഓട്ടോ പിടിച്ച് ഇവിടുന്ന് 40-50 കിലോമീറ്റർ ദൂരെ പോയി അവിടമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ പണിയുടെ വാനം തോണ്ടിയിട്ടതേ ഉള്ളൂ, അത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. അങ്ങനെ അവിടുന്ന് മടങ്ങി. അപ്പോൾ പോയതും വന്നതുമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ, പാലങ്ങളും പുഴകളും കൃഷിയിടങ്ങളും ഒക്കെയുള്ള നമ്മുടെ മലയാളത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ നാഷണൽ ഹൈവേയിലൂടെ കന്യാകുമാരിയിലേക്ക് പോകുന്ന ലൈനിൻ്റെ കുറേ ദൃശ്യങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ, വെറുതെ കണ്ടുപോകാവുന്നൊരു വീഡിയോ. ലക്ഷ്യം എത്താൻ ഇനിയും ഒരുപാട് കാലങ്ങൾ പിന്നിടണം, എന്നാലും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം. അപ്പോൾ ഇതിലൊരു 4 സോങ്ങുണ്ട്. അതിൻ്റെ വിഷ്വൽസിന് വേണ്ടിയിട്ടുള്ള അത് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് പരിശ്രമത്തിൻ്റെ പുറകിലാണ്. ഒന്നേ പറയാനുള്ളൂ, ലക്ഷ്യബോധം, ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. അതിലൊരുപാട് കല്ലും മുള്ളും ഒക്കെ കാണും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നടക്കാം നടക്കാതിരിക്കാം. സിനിമയിൽ നിന്നൊക്കെ പറഞ്ഞാൽ കോടികളുടെ പ്രോജക്റ്റാണ്. ഇതൊരു 5-10 ലക്ഷം രൂപയ്ക്കകത്തുള്ളൊരു കുഞ്ഞു പ്രോജക്റ്റാണ്. അതിന് തന്നെ പ്രൊഡ്യൂസറെ കിട്ടാൻ വളരെ ഏറെ പാടാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ദൃഢത, നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യബോധം, നമ്മുടെ മനസ്സിൻ്റെ കലയോടുള്ള അടങ്ങാത്ത ആഗ്രഹം, ഒരു 4-5 ഷോർട്ട് ഫിലിംസും ഡോക്യു ഫിക്ഷനും ഒക്കെ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഇന്നും ആ സബരിയെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലൂടെ 100 കണക്കിന് ഞാൻ കണ്ട പ്രതിഭകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 255 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. 1,70,70,548 പേർ എൻ്റെ ആ പ്രോജക്റ്റ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രചോദനമാണ്. അപ്പോൾ വീണ്ടും പോയ ഒരു യാത്രയുടെ കുറേ ദൃശ്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത ഒരു വീഡിയോ ഇതിൽ ഇടാനുള്ള പരിശ്രമത്തിലാണ്. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. നോക്കി വെച്ചുകൊണ്ട് പോകും.
നാളെ കണ്ടിട്ട് നല്ലൊരു കാലം കിട്ടും. വണ്ടി വിട്ടു വണ്ടി നമ്മൾ ജനിച്ചു വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചു. നേരത്തെ വേണ്ടി പാലം തന്നെ അമേരിക്കയിലാണ്. മൂവിങ് ചന്തയായിരിക്കും അല്ലേ? എല്ലാ അധ്വാനികളാണ്. നമ്മുടെ അവിടുത്തെ പോലെ അല്ലല്ലോ. നമ്മളവിടെ അധ്വാനത്തിനെക്കാട്ടിലും കൂടുതൽ ചർച്ചയാണല്ലോ. ഇപ്പൊ എല്ലാം ഇന്ത്യക്കാരായി, കേരളത്തിലൊക്കെ ഇന്ത്യക്കാരായി. ഇനിയിപ്പോ ഒരു 5-6 കൊല്ലം കഴിയുമ്പോ അവരെ
ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. 8 മാസത്തിന് ശേഷം വീണ്ടും കുഴിത്തുറയിൽ വന്നിരിക്കുകയാണ്, ഞങ്ങളുടെ ബന്ധുവീട്ടിൽ. അങ്ങനെ വൈഗതൻ നദിക്കരയിലെ എന്ന സിനിമ എന്ന് ചെയ്യും എന്നുള്ളതറിയില്ലെങ്കിലും അതുമായി ആ ചിന്തയുമായിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. വീണ്ടും ഇവിടെ വരാൻ കാര്യം ഇവിടുത്തെ ആ ഗ്രാമീണ അന്തരീക്ഷവും ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളും അതേക്കുറിച്ചിട്ടുള്ള ചിന്തകളുമൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെയുള്ളത് എന്താണ് നിൻ്റെ പേര്? ഞാൻ പറഞ്ഞു. അനൂപ്. അവൻ്റെ വല്യച്ഛനാണ് ഞാൻ. അവന് BBAക്ക് പഠിക്കുകയാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളോടൊപ്പം വന്ന ശ്രീ സുഖുവാണ് ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. കാഴ്ചകളും ദൃശ്യങ്ങളും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷമാണ്. എവിടെയും പച്ചപ്പ് മാത്രം, ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാത്ത ഒരു ഭൂതലം. അതാണ് നമ്മളിവിടെ വരാനും കാണാനുമൊക്കെ പ്രേരിപ്പിച്ചത്. വൈഗതൻ നദിക്കരയിലെ എന്നുള്ള ആ സിനിമയുടെ പശ്ചാത്തലത്തിന് അനുയോജ്യമായിട്ടുള്ള ഈ ഭൂതലത്തിൽ ഒരു ചെറിയ വീട് ഇവിടെ ഉടനെ പണിയും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, അതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് വീടിൻ്റെ പ്ലാനുകൾ ചെയ്യാം. എങ്കിൽ അങ്ങനെ ആവട്ടെ. അതിൻ്റെ അടിസ്ഥാനം വല്ലതും കെട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ സ്ഥലത്ത് വന്നു. കണ്ടിട്ട് ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഉറച്ച് സംസാരിക്കേ. ഇല്ല പറയാൻ ഒന്നും പറയില്ല അല്ലേ? എന്തായാലും സന്തോഷം. വീണ്ടും കാണാം. ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ അത് ഫുൾഫില്ലാവാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ ഒത്തിരി പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളുടെ തുടർച്ചയാണിത്. ഇപ്പോൾ ഇതും കൂട്ടി 3ാമത്തെ തവണയാണ് ഞങ്ങളിവിടെ വരുന്നത്. വീണ്ടും കാണാം. നന്ദി.